ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോയ കഥയാട്ടോ. അതായത് കഴിഞ്ഞ ശനിയാഴ്ച ബിലിഫെൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ബിലിഫെൽഡും കാൾസ്റൂയും തമ്മിൽ ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സാണ് ഇവർ രണ്ടുപേരും ഭയങ്കര ഫാൻസാണ്. ഞങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. ഇവരുടെ ഡിസ്കഷൻ കേട്ട് ഞങ്ങൾ കിളി പോയിരിക്കട്ടെ. ഞങ്ങൾക്ക് ഈ 2 ഷോൾ, അതായത് ഈ നീല ഷോൾ ഉണ്ടല്ലോ, ഇതാണ് ഞങ്ങൾ കാൾസ്റൂവിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഞങ്ങളല്ല, നമ്മുടെ ഫ്രണ്ട്. ഈ വെല്ലുമ്മ അവർ ബിലിഫെൽഡിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഭയങ്കര ഫാൻസ് ആട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഡിയത്തിൽ ചെന്നു. സ്റ്റേഡിയമൊക്കെ ഫുള്ളായിരുന്നു. അങ്ങനെ ഒന്നും അറിയാത്ത ടൂറിസ്റ്റുകളായ ഞങ്ങൾ രണ്ടുപേരും പോയി ചെന്നിരുന്നത് ഫാൻസ് മാത്രം ഇരിക്കുന്ന സ്ഥലത്താട്ടോ. അവർ കട്ട ഫാൻസാണ്. അതായത് ബിലിഫെൽഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട് കാൾസ്റൂയിൽ നിന്ന്. അവരവിടെ നിന്ന് വന്നേക്കുവാണേ. ഫാൻസ് സപ്പോർട്ട് ചെയ്യാൻ വരുമല്ലോ, അതാണ് സംഭവം. അപ്പോൾ കാൾസ്റൂയുടെ ടീം ഇവിടെ മറ്റേ വാമപ്പിന് വേണ്ടി ഇറങ്ങിയേക്കോട്ടെ. അപ്പോൾ അവരെപ്പോഴും ഈ ഫാൻസിൻ്റെ ഡയറക്ഷനിലോട്ടാണ് വരിക എപ്പോഴും. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു. കിടിലൻ ഇതായിരുന്നു. അവരവിടെ മീൻസ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവരവിടെ വാമപ്പൊക്കെ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇവരുടെ ഒരു ഹരം കാണിച്ചു തരാവേ. ബിലിഫെൽഡ് ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കാൾസ്റൂയ ടീമിലുള്ളവർ അവിടെ ആസോൾസും പറഞ്ഞിട്ടാണ് കേട്ടോ അവരെ വെൽക്കം ചെയ്യണത്. ഇതാണ് ഒരു വൈബ് ഇവിടത്തെ. കളിയൊക്കെ നല്ല കളിയൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ 8 നില പൊട്ടി. അതായത് കാൾസ്റൂയ 8 നില പൊട്ടി. 4-0 4 ഗോൾ അവർ തുരുതുര കണ്ണടച്ച് തുറക്കണ നേരം കൊണ്ടടിച്ചു. ബിലിഫെൽഡുകാർ കാൾസ്റൂവിനെ സെറ്റാക്കി വിട്ടു. അത് കഴിഞ്ഞ് കളി കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കളി ഉച്ചയ്ക്ക് 1 മണിക്കായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പോയി. പിന്നെ ബിലിഫെൽഡ് സിറ്റി കൂടെ കുറച്ച് നമ്മൾ നടന്നു. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് തണുപ്പുണ്ടായിരുന്നു, ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല, നടക്കാനായിരുന്നു. അപ്പോൾ സിറ്റി കൂടെ നടക്കുക. കുറച്ച് നല്ല സിറ്റിയാണ്. സ്റ്റുട്ട്ഗാർട്ട് പോലെ ഒന്നുമല്ല, നല്ലൊരു ക്ലീൻ, നല്ല അടിപൊളി വൈബായിട്ടുള്ള സിറ്റിയാണ്. അങ്ങനെ അവിടെ ഒരു മലയുണ്ട്. അപ്പം നമ്മൾ ആ മലയുടെ പുറത്തൊരു കൊട്ടാരമുണ്ട്. കൊട്ടാരമല്ല, ഒരു ഫോർട്ട് ഉണ്ട്. അതായത് ടിപ്പു സുൽത്താൻ്റെ ഫോട്ടോ പോലെ. അപ്പം ഞങ്ങൾ ആ ഫോർട്ട് കാണാനുള്ള ഇതിൽ ഞങ്ങൾ മലയൊക്കെ കയറി കഴിച്ച ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച് ദഹിച്ച്, നല്ലൊരു കുന്നായിരുന്നു. അതൊക്കെ കയറി നമ്മൾ കണ്ട് നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.